കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. നീ ഓർത്തോ, ഇനി അങ്ങോട്ട് ഈ വർമ്മൻ വില്ലയിൽ മൂത്ത മരുമകളും ഇളയ മരുമകളും തമ്മിലുള്ള യുദ്ധമാണ് ആരംഭിക്കാൻ പോകുന്നത്. വർമ്മൻ വില്ല ഫാമിലിയിലെ പെൺ പോരാട്ടം. നീ ഒരുങ്ങിയിരുന്നോ? ആര് ജയിക്കുമെന്ന് കാണിച്ചു തരാം ഞാൻ. എന്തായി? വല്ലതും നടക്കോ? സോറി, കോടതി വഴിയും നിയമം വഴിയും ഇനി ഒന്നും നടക്കില്ല. വകുപ്പുകൾ സ്ട്രോങ് ആണ്. പരോളിനെ കുറിച്ച് പോലും ചിന്തിക്കാൻ പറ്റില്ല നമുക്ക്. വകുപ്പുകൾ സ്ട്രോങ് ആണ്. അപ്പൊ പിന്നെ സ്ട്രോങ് അല്ലാതെ എന്തുണ്ട്? സാർ ഇനി അതിനെപ്പറ്റി സംസാരിച്ചാ മതി. സംസാരിച്ചിട്ട് കാര്യമില്ല. വേണ്ടത് പ്രവൃത്തിയാണ്. പ്രവർത്തിക്കാൻ ചില മനുഷ്യരും. അതിന് നല്ല കാശ് ചെലവ് വരും. അതാണ് പ്രശ്നം. അതിന് പ്രശ്നമാക്കണമെന്നില്ല. പക, പണം, ഇത് രണ്ടുവാ രാഗസുധയുടെ കൈമുതല്. അതില് പക എന്റെ ചേച്ചിയുടെ ഭർത്താവിന്റെ ജീവൻ എടുക്കാൻ ഞാൻ കരുതി വച്ചിരിക്കുന്നതാ. പണം എനിക്ക് അതിലേക്ക് എത്താനുള്ള വഴിച്ചിലവിനുള്ളതും. അതുകൊണ്ട് ഒന്നിനും കണക്ക് വയ്ക്കണ്ട സാറ്. എന്നെ സഹായിക്കുന്നവർക്കായി കൈ അഴിച്ച് ഞാൻ സഹായിക്കും, ഉറപ്പാ. വെരി ഗുഡ്. ആ ഒരു ഉറപ്പ് മാത്രം മതി എനിക്ക്. പകരം ഈ സെല്ലിന്റെ പൂട്ട് ഞാൻ ഒരു രാത്രി മുഴുവൻ തുറന്നിടാം. ഞാൻ പറഞ്ഞ കേൾക്കുന്ന പോലീസുകാരാ പാറാവിന് നിൽക്കുന്നത്. ഇവിടുന്ന് മുൻവാതിൽ വരെ പുറത്ത് അധികം ആരും രാഗസുധയെ തടയില്ല. പലരും ഉറക്കം നടിച്ച് കിടന്നോളും. ഒന്നോ രണ്ടോ പേര് തെറ്റിത്തിരിഞ്ഞു വന്നാൽ രാഗസുധ തന്നെ കൈകാര്യം ചെയ്താൽ മതി. കംപ്ലീറ്റ് CCTV ക്യാമറയും ഓഫായിരിക്കും. ഇതിനൊക്കെയാണെങ്കിൽ പണം എനിക്ക് അഡ്വാൻസായി തരണം, ഉടൻ തന്നെ. എന്താ, നടക്കോ? നടക്കും സാർ. ആ ഫോണിങ്ങിതാ. അത് കഴിഞ്ഞ് ഞാൻ പറയാം എവിടെ, എപ്പോ, എങ്ങനെ കാശ് കിട്ടുമെന്ന്. എല്ലാം ഉടനെ റെഡിയാക്കണം. പക ഇങ്ങനെ നെറുകയിൽ കയറി ശ്വാസം മുട്ടുക എനിക്ക്. ഇനി അങ്ങോട്ട് രാഗസുധയുടെ ജാതകം രാഗസുധ തന്നെ മാറ്റി എഴുതുക. നിയമം നിശ്ചയിച്ച കാരാഗ്രഹവാസം ഞാനായിട്ട് തന്നെ അവസാനിപ്പിക്കാൻ പോവാണ്. കാശ് കൈമാറുന്ന നാളിൽ ഈ ജയിലിലെ ഈ സെല്ലിലെ പൂട്ട് താനെ തുറക്കും. കാവൽക്കാര് മനഃപൂർവ്വം ഉറങ്ങും. ഉറങ്ങാത്തവനുള്ള ശിക്ഷ ഈ രാഗസുധ തന്നെ നടപ്പിലാക്കും. നീ കാണണം നടയില് എന്നെ സ്വീകരിക്കാൻ. ഇപ്പൊ ഞാൻ ഫോൺ വെക്കോ? ഉടൻ കാണാം, നേരിട്ട് തന്നെ.
എന്താ സാന്ദ്ര മാഡം ഒരു സ്റ്റാർട്ടിംഗ് ട്രബിള്? നമ്മളിവിടെ വന്നത് തന്നെ ഒരു പ്രൈവറ്റ് മീറ്റിംഗിനല്ലേ. ഇനി ഇങ്ങനെ ആലോചിച്ച് കൂട്ടാതെ കാര്യം എന്തായാലും പറഞ്ഞേക്കേ. കമോൺ. സ്റ്റാർട്ടിംഗ് ട്രബിൾ ഉണ്ട് സർ. ഇൻഫാക്ട് വർമ്മൻ കുടുംബത്തോടും അവിടെയുള്ളവരോടും എനിക്കും സാറിനും തീർത്താ തീരാത്ത കടപ്പാടുണ്ട്. അതുകൊണ്ടാ അവിടുത്തെ പല വിഷയങ്ങളിലും നമ്മൾ ഇടപെടുന്നതും പരിഹാരം കാണുന്നതും. ഇതെന്താ താൻ ഇന്ന് ചരിത്രവും ഭൂമിശാസ്ത്രവും പറയുന്നത്? കമോൺ, മേക്ക് യുവർ പോയിന്റ് സാന്ദ്ര. എന്താ താനിപ്പോ ഇത്ര കൺഫ്യൂഷനായി സംസാരിക്കണമെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചു വരുത്തിയത്? ആ രാജലക്ഷ്മിയെ നമ്മൾ കൈകാര്യം ചെയ്തത് രവിവർമ്മൻ സാർ അറിഞ്ഞിട്ടില്ല. പ്രത്യേകിച്ചും ഇന്നലെ എനിക്ക് അവരോട് അല്പം കടിപ്പിച്ച് വർത്താനം പറയേണ്ടി വന്നത്. അത് മാഡം പറഞ്ഞതാണല്ലോ. ഇപ്പൊ അതുകൊണ്ട് എന്താ പ്രശ്നം? ഇപ്പൊ പ്രശ്നമില്ല, പക്ഷേ നാളെ പ്രശ്നം ആവോ എന്നാ എന്റെ ടെൻഷൻ. രാജലക്ഷ്മി അമ്മ പോയത് കൊണ്ട് മാത്രം രേഖ മാഡം ഇനി തലപൊക്കില്ലെന്ന് സാർ വിശ്വസിക്കുന്നുണ്ടോ? പരസഹായം ഇല്ലാതെ ഒറ്റയ്ക്ക് നിന്ന് ഒന്നും ചെയ്യാൻ രേഖയ്ക്ക് കഴിയില്ല എന്ന് സാറ് വിശ്വസിക്കുന്നുണ്ടോ എന്നാ എന്റെ ചോദ്യം. വിശ്വസിക്കുന്നില്ല എന്നാണ് ഉത്തരം. രവി സാറിന് രാഗസുധ എന്ന ശത്രുവിനെ പോലെയാവും ശ്രീലക്ഷ്മി മേഡത്തിന് രേഖാ മേഡവും. രാഗസുധ അറ്റാക്ക് ചെയ്യുന്നത് നേരിട്ടാണെങ്കിൽ ഇത് ഒളിപ്പോരും അടുക്കളപ്പോരുമാണെന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഒരേ കൂരയ്ക്ക് കീഴെ ഒരു ചൂരനപ്പുറം രാഗസുധയെ പോലെ ശ്രീലക്ഷ്മി ഭയക്കേണ്ട ഒരാൾ തന്നെയാണ് രേഖാ മേഡവും എന്ന് പറയാം. കറക്റ്റ്. അങ്ങനെയാണെങ്കിൽ എനിക്കോ സാറിനോ അതിലൊന്നും ചെയ്യാൻ പറ്റില്ല. രവിവർമ്മന്റെ സഹോദരന്റെ ഭാര്യയെ ഉപദേശിക്കാൻ അവകാശമില്ല നമുക്ക്. നമ്മൾ രണ്ടാളും ആ കുടുംബത്തിന്റെ ശമ്പളക്കാരും മാത്രമാണ്. Am I right? 100%. ആക്ച്വലി വലിയൊരു തെറ്റ് നമ്മൾ കണ്ടുപിടിച്ചതുകൊണ്ടും രഹസ്യമാക്കി വെച്ചതുകൊണ്ടും മാത്രമാണ് രേഖ മാഡം നമുക്കെതിരെ ഒന്നും ചെയ്യാത്തത്. പക്ഷേ ഒരു പരിധി കഴിഞ്ഞ് രേഖ മാഡം നമുക്കെതിരെ സംസാരിച്ചാൽ തല താഴ്ത്തി നിൽക്കുകയല്ലാതെ വേറൊന്നും എനിക്കോ സാറിനോ ചെയ്യാനാവില്ല. അതുകൊണ്ട് തന്നെ ഇപ്പൊ നമ്മൾ ഇതെല്ലാം ഉള്ളിൽ ഒതുക്കി വെച്ചിട്ട് മറ്റൊരു സാഹചര്യത്തിൽ മാത്രം സത്യങ്ങൾ പുറത്തു പറയുന്നതിൽ അർത്ഥമില്ല എന്ന് ഞാൻ കരുതുന്നു. What do you mean? എന്താ സാന്ദ്ര മേഡത്തിന്റെ മനസ്സിൽ? കാര്യം തുറന്നു പറയും. നമുക്ക് എല്ലാ കാര്യങ്ങളും രവി സാറിനെ അറിയിക്കണം ഉടൻ തന്നെ. പ്രത്യേകിച്ചും രേഖാ മാഡവും അമ്മയുമാണ് ഈ കലക്ക വെള്ളത്തിലും മീൻ പിടിക്കുന്നത് എന്നുള്ള കാര്യവും. സാറിന്റെ മുന്നില് ഇന്ന് വരെ ഒന്നും ഒളിച്ചു വെക്കാത്ത നമ്മള് ഈ ഒരു കാര്യം മാത്രം മറച്ചു വെക്കുന്നത് ശുഭലക്ഷണമായിട്ട് എനിക്ക് തോന്നുന്നില്ല രാജാറാം സാർ. ഐ ഫീൽ സോ വറീഡ്. ഇനി എല്ലാ കാര്യത്തിലും സാറ് തന്നെ ഒരു തീരുമാനം ഉണ്ടാക്കട്ടെ. സാർ എന്തു പറയുന്നു? സോറി, ഇറ്റ്സ് എ ബിഗ് നോ ഫ്രം മൈ സൈഡ്. എനിക്ക് അതിനോട് ഒരു തരത്തിലും യോജിക്കാൻ പറ്റുന്നില്ല. ബട്ട് വൈ? സാർ അത് പറയൂ. ഇറ്റ്സ് സിമ്പിൾ. എല്ലാ കാര്യങ്ങളും പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കുന്നിടത്ത് ആവില്ല കാര്യങ്ങൾ നിൽക്കുന്നത്. തന്റെ അനിയത്തിക്കുട്ടിക്ക് കൊച്ചു കൊച്ചു തെറ്റുകൾ അറിയാതെ സംഭവിച്ചു പോകുന്നതാണ് എന്ന് മാത്രമാണ് രവി വിശ്വസിക്കുന്നത്. അതങ്ങനെയല്ല എന്നറിയുമ്പോൾ രവിക്ക് അതൊരു വലിയ ഷോക്കായിരിക്കും. മാഡം നേരത്തെ പറഞ്ഞില്ലേ നമ്മളെല്ലാം ചെയ്യുന്നത് വർമ്മൻ കുടുംബത്തിന് വേണ്ടിയാണെന്ന്. അപ്പോ അതിൽ പ്രധാന ഘടകം രവിചന്ദ്രവർമ്മൻ എന്ന വ്യക്തിയുടെ സന്തോഷം നിറഞ്ഞൊരു ജീവിതമാണെന്നുള്ളത് നമുക്ക് തന്നെ വ്യക്തമാണ്. ഇപ്പോ നമ്മളായിട്ട് അതിനെ നശിപ്പിക്കുന്ന ഒരു കാര്യത്തിനും മുന്നോട്ട് പോകാൻ പാടില്ല. പക്ഷേ നാളെ സാർ ഇത് അറിയുമ്പോ? അത് നാളെയല്ലേ. തൽക്കാലം ഞാനും സാന്ദ്ര മേഡവും കൂടെ വർമ്മൻ വില്ലയെ തന്നെ വിഴുങ്ങാനുള്ള ഒരു വലിയ തീ അണച്ചു കഴിഞ്ഞു. ഇനി അതിന്റെ ചാരം മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. ആ ചാരത്തിനകത്ത് ചിലപ്പോൾ കനൽ നീർന്നുണ്ടാവാം. ആ കനൽ മറ്റെന്തിലേക്കെങ്കിലും പടർന്നാൽ മാത്രം നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ചാൽ മതി.
പിന്നെ ചില രഹസ്യങ്ങൾ എന്നും രഹസ്യമായി തന്നെ ഇരിക്കുന്നതാ നല്ലത്. കാരണം നമ്മൾ കുറച്ച് ടെൻഷൻ അടിച്ചാലും വേണ്ടപ്പെട്ടവർക്ക് സന്തോഷം കൊടുക്കുന്നുവെങ്കിൽ നമുക്കും അതല്ലേ മാഡം സന്തോഷം. എന്തു പറയുന്നു? പറയാനുള്ളത് ടെൻഷൻ തന്നെയാണ്. എന്തുകൊണ്ടാണെന്ന് അറിയില്ല, രേഖ മാഡവും രാജലക്ഷ്മി അമ്മയും വെറുതെ ഇരിക്കുമെന്നൊരു തോന്നല് എനിക്കില്ല. സാറ് പറഞ്ഞതുപോലെ അത് അണഞ്ഞ തീയാണെന്നേ ഞാൻ കരുതുന്നില്ല സർ. തൽക്കാലം അത് കരിയിലകൾ കൊണ്ട് മൂടപ്പെട്ട ഒരു കാട്ടുതീയാണെന്നാണ് എന്റെ വിശ്വാസം. ചെറിയൊരു കാറ്റ് മതി അത് ആളിപ്പടരാൻ. നാട്ടിലെ തീ അല്ല സർ, കാട്ടിലെ തീ. സോ വൈൽഡ്, വൈൽഡ് ലൈക്ക് എനിത്തിങ്. അത് അണയ്ക്കാൻ പ്രയാസമാണ്. ഒരുപാട് ജീവനുകൾ അതിൽ വെന്ത് പിടഞ്ഞു മരിക്കുമെന്ന് ഉറപ്പാ. അത് ശ്രീലക്ഷ്മിയാണോ, ഗായത്രി അമ്മയാണോ, രഘുചന്ദ്രനാണോ, രവിചന്ദ്രനാണോ എന്ന് മാത്രമാണ് നോക്കാനുള്ളത്. ഹലോ. ഹലോ അമ്മ, ഞാൻ പലവട്ടം വിളിച്ചല്ലോ, അമ്മ എന്താ ഫോൺ എടുക്കാത്ത? എടുക്കാൻ തോന്നിയില്ല, അത്ര തന്നെ. അതെന്താ തോന്നാത്തത്? ഒരു ദിവസം കൊണ്ട് ഞാൻ മോളല്ലാതായോ അമ്മയ്ക്ക്? ആയി. അമ്മേ നോക്ക് പെണ്ണെ, എപ്പോഴാണ് ഞാൻ ആ വീടിന്റെ നടപടി ചവിട്ടി പുറത്തിറങ്ങിയത് അപ്പോൾ തീർന്നു നമ്മൾ തമ്മിലുള്ള ബന്ധം. ഇനി ആ ശ്രീലക്ഷ്മി എന്ന് പറഞ്ഞവളുടെ അവസാനം കണ്ടല്ലാതെ ഞാനങ്ങോട്ട് വരികയില്ല. നീ എന്നെ ഫോൺ ചെയ്യാനും പാടില്ല. ഇപ്പൊ ഞാനിത് കട്ട് ചെയ്യ. ഹലോ അമ്മ, കട്ടിയല്ലേ കട്ടിയല്ലേ അമ്മ. അമ്മ ഇങ്ങനെ പറഞ്ഞാലേ എന്റെ ഉള്ള ധൈര്യം കൂടി ചോർന്നു പോവേ ഉള്ളൂ. ഞാനിപ്പോ എന്താ വേണ്ടത് അമ്മ അത് പറഞ്ഞാ മതി. അയ്യോ, ഞാനൊന്നും പറയുന്നില്ലേ. അല്ലെങ്കിൽ തന്നെ എന്തെങ്കിലും പറയാൻ ഞാനാര്? നിങ്ങൾക്കവിടെ ഒരു അമ്മയുണ്ടല്ലോ, ഗായത്രി ദേവി. അവര് പോട്ടെ, ഗൃഹനാഥ എന്ന് പറയാം. പക്ഷേ രവിവർമ്മനും രഘുവർമ്മനും 4 കൈയും നീട്ടി തൊഴുത് സ്വീകരിക്കുന്ന ഒരു കോളനിക്കാരി ഉണ്ടല്ലോ. എന്താ അവളുടെ പേര്? ആ സരോജ. അവരുടെ വില പോലെ അവിടെ കിട്ടിയില്ല എനിക്ക്. ആ പെണ്ണും പിള്ളയ്ക്ക് എപ്പോ വേണോ കേറി വരാൻ പോവാം. വരുമ്പോ സൽക്കാരം വേറെ. ഞാൻ മാത്രമാണ് വിലക്കപ്പെട്ടവള്, അല്ലേടി? അമ്മ അത് പിന്നെ അതും ഇതും തമ്മില് ബന്ധമുണ്ട്. എനിക്ക് സ്ഥാനമില്ലാത്തടത്ത് അവൾക്ക് സ്ഥാനമുണ്ടാവാൻ പാടില്ല. നീ ആദ്യം അവൾ അവിടെ കയറി ഇറങ്ങുന്നത് നിർത്ത്. രണ്ടാമത് ആ ശ്രീലക്ഷ്മിയെ. അത് കഴിഞ്ഞിട്ട് നീ ഫോൺ ചെയ്താ മതി. നിന്റെ അമ്മയെ വിളി കേൾക്കാനും നേരിൽ കാണാനും വരാനും പോകാനും ഒക്കെ ഈ രാജലക്ഷ്മി ഉണ്ടാവും കൂടെ. അതുവരെ ഉപദ്രവിക്കരുത് പ്ലീസ്. അമ്മ ഈ അമ്മയുടെ ഒരു കാര്യം. എത്രേ? 80. ആ
രവിസാറില്ലേ അപ്പോ? നീ മിണ്ടാതെ ഇങ്ങോട്ട് വന്നേ. നമസ്കാരം സരോജാമ്മേ. ആ നമസ്കാരം നമസ്കാരം. ഗായത്രി അമ്മ ഇവിടെ ഇല്ലേ? ആരും കാണാനില്ലല്ലോ. അമ്മയെ രവിസാറും കൂടെ തൃച്ചംബരത്തേക്ക് പോയി. ഇന്നവിടെ കളമെഴുത്തും പാട്ടുവാ. അയ്യോ ആണല്ലേ. ഞാൻ പറഞ്ഞില്ലേ രവിസാർ ഇവിടെ ഇല്ലെന്ന്. ചേട്ടന് സരോജമ്മ അകത്തേക്ക് വന്നിരിക്കെ. ഞാൻ ശ്രീലക്ഷ്മി കുഞ്ഞിനെ വിളിക്കാം. കൊച്ചേ എന്തെങ്കിലും തണുത്തുണ്ടെങ്കിൽ കുടിക്കാനിങ്ങ എടുക്ക്. ഇങ്ങേര് വരുന്ന വഴിയെ ചൂട് ദാഹം എന്നൊക്കെ ഒരേ പറച്ചിലായിരുന്നു. ഏയ് അതൊന്നും വേണ്ട. പറ്റിയ സമയത്താ രണ്ടെണ്ണം കയറി വന്നത്. ഇന്നിവരെ അപമാനിച്ച് പടി ഇറക്കി വിടണം. ഇന്നലെ എന്റെ അമ്മയോട് ചെയ്തതിന് പരിഹാരമാകും. ആ ശ്രീമോളെ വിളിക്ക്, ഞങ്ങൾ വന്നിട്ടുണ്ടെന്ന് പറ. ആഹാ, ആ ആരൊക്കെയാ ഇത്? നീരേറ്റ് കോളനിക്കാരെ എപ്പോ വന്നു? ഇപ്പൊ വന്നേയുള്ളൂ മാഡം. നമസ്കാരം. അല്ല യമനെ, രണ്ടുപേരുടെയും കാലൊക്കെ കഴുകിച്ചിട്ടാണോ നീ അകത്തേക്ക് ആനയിച്ചത്? അല്ല, ചെറിയൊരു ഗ്യാപ്പ് കഴിഞ്ഞിട്ട് മൂത്ത മരുമോളുടെ അമ്മയും അച്ഛനും വർമ്മൻ വില്ലയിലേക്ക് എഴുന്നള്ളിയിരിക്കല്ലേ, അതാ അങ്ങനെ ചോദിച്ചത്. എന്നാലും എന്റെ യമനെ, ഓരോരുത്തരുടെ ഒരു യോഗ എന്താന്ന് ഞാൻ ആലോചിക്കുകയായിരുന്നു. കുടിലിൽ നിന്നും കൊട്ടാരത്തിലേക്ക് എന്നൊക്കെ ഞാൻ വായിച്ച് കേട്ടിട്ടേ ഉള്ളൂ. ഇതും സെയിം അവസ്ഥ. തൊലി വെളുത്തൊരു മോളുള്ളതിന്റെ ഗുണം. അതാ ഗേറ്റിന് പുറത്ത് ഓച്ചാനിച്ച് നിൽക്കേണ്ടവരൊക്കെ വർമ്മൻ വില്ലയിലെ സ്വീകരണ മുറിയിൽ ഇങ്ങനെ വന്ന് ഞെളിഞ്ഞിരിക്കുന്നത്. അതെ രേഖ മാഡം, വല്ലതും പറയാനുണ്ടെങ്കിലേ അത് മുഖത്ത് നോക്കിയെന്ന് പറയണം. അല്ലാതെ ഇങ്ങനെ കൊള്ളിച്ചുള്ള വർത്താനം ഭയങ്കര മോശ. സരോജ നീ ഒന്നും മിണ്ടാതിരിക്കേ. ഞങ്ങള് മോളെ കാണാൻ. എന്ത് മിണ്ടാതിരിക്കാൻ? നമ്മുടെ മോളെ കുറിച്ച് പറയുന്നത് കേൾക്കുന്നില്ലേ നിങ്ങള്? അവളും നമ്മളും ഒന്ന് ഇങ്ങനെ വലിഞ്ഞു കയറി വന്നോന്നല്ലോ. ആ നിന്നോടല്ലേ പറഞ്ഞത് മിണ്ടാതിരിക്കാൻ? നിങ്ങൾ പറഞ്ഞാലൊന്നും നിങ്ങളുടെ ഭാര്യയോ മോളോ കേൾക്കാനൊന്നും പോകുന്നില്ല ശ്രീലക്ഷ്മിയുടെ അച്ഛ. അതല്ലേ പണ്ടേ നിങ്ങൾ എതിർത്തിട്ടും വക വയ്ക്കാതെ അമ്മയും മോളും ഗൂഢാലോചന നടത്തി ബ്രദർ ഇൻ ലോയെ കല്യാണം കഴിച്ച് ഇവിടെ കയറി വന്നത്. എന്റെ അമ്മ എപ്പോഴും പറയാറുണ്ട്, പെൺമക്കളെ വളർത്താനുള്ളത് അമ്മമാരാണെന്ന്. അവരൊരു തെറ്റിലേക്ക് വീണുപോയാ പറഞ്ഞു മനസ്സിലാക്കി അവരെ നേർവഴിയിൽ നയിക്കാനും അമ്മമാർക്ക് കഴിയണം. അതെങ്ങനെയാ? വീണിടം വിഷ്ണുലോകം എന്ന് പറയുന്ന ഒരു അമ്മയും അവരുടെ താളത്തിനൊത്തു തുള്ളാൻ ഒരു അച്ഛനും. മക്കളുടെ കാര്യം പിന്നെ പറയണ്ടല്ലോ. മാഡം വെറുതെ അനാവശ്യം പറയരുത്. എന്റെ മോളെ ഞാൻ മര്യാദക്ക് തന്നെയാ വളർത്തിയത്. എന്ത് മര്യാദ? പൈസയുള്ളവരെ വലവീശി പിടിക്കുന്നതാണോ മര്യാദ? അതെവിടത്തെ ന്യായമാണെന്ന് മനസ്സിലായില്ല. അങ്ങനെയൊന്നും പറയരുത് മാഡം. രവിസാറും മോളും പരസ്പരം കണ്ടു അറിഞ്ഞു ഇഷ്ടപ്പെട്ടവരാ. അവരുടെ കല്യാണം നമ്മളെല്ലാവരും കൂടി ചേർന്നല്ലേ നടത്തി കൊടുത്തത്. മാഡത്തിന് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നെങ്കിൽ അന്ന് പറയുന്നതായിരുന്നു ഉചിതം. അയ്യോ, അന്നൊരബദ്ധം പറ്റിപ്പോയതാ. നിങ്ങളുടെ മോളുടെ പുറംപൂച്ചിൽ ഞാനും വീണുപോയതല്ലേ. കഴുത്തിലൊരു താലി വീണപ്പോഴാ അറിഞ്ഞത് ചെയ്യുന്നതെല്ലാം ദ്രോഹവും പറയുന്നതൊക്കെ നുണയുമാണെന്ന്. ശ്രീലക്ഷ്മി എന്ന സ്ത്രീ ഒരു കള്ളിയാ. ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ പെരുങ്കള്ളി. അന്നങ്ങനെ കള്ളം പറഞ്ഞെങ്കിലും ശരിയായ ട്രീറ്റ്മെന്റ് നടത്തിയ എനിക്കും രഘുവിനും ഒരു കുഞ്ഞുണ്ടാവും എന്നുള്ളത് ഉറപ്പാ. പക്ഷേ ബ്രദർ ഇൻ ലോയ്ക്കും ശ്രീലക്ഷ്മിക്കും ഒരിക്കലും അത് സാധ്യമല്ല. അവള് മച്ചി പശുവായി അങ്ങനെ തന്നെ നിൽക്കും. നോക്കിക്കോ നിങ്ങള്.
എന്തു പറഞ്ഞിട്ട് ദ്രോഹി?